ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി സെറ്റ് ചെയ്തതാണ്. ഡൈനിങ് റൂമിനോട് കണക്റ്റഡ് ആയ ഒരു മോഡേൺ സെറ്റപ്പ്. ചെറിയ സ്പേസ് ആണെങ്കിലും ഫുൾ സ്റ്റൈലിഷ് ആണ്. ഓപ്പൺ കിച്ചൺ കൂടാതെ ഒരടുക്കളയും വർക്ക് ഏരിയയും ഉണ്ട്. എന്നാൽ എൻ്റെ ഫുൾ കിച്ചൺ വീഡിയോ കണ്ടാലോ? ഇതാണ് ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചൺ വ്യൂ. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് സ്പേസ് കൂടുതൽ പോലെ തോന്നും. ഞങ്ങളുടെ വീടും കിച്ചണും ഒക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ അടിപൊളിയായിട്ട് കോൺട്രാക്ടർ ചെയ്തു തന്നിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ കൗണ്ടർ ഓർ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഭക്ഷണം കഴിക്കാനും സെർവ് ചെയ്യാനും ഈസിയാണ്. ഈ ഏരിയ ആണ് കിച്ചൻ്റെ ഹൈലൈറ്റ്. ലൈറ്റിംഗ് ആണ് ഈ കിച്ചൻ്റെ ബ്യൂട്ടി. ഈവനിങ് ടൈമിൽ ലുക്ക് ടോട്ടലി മാറും. കിച്ചൺ ക്യാബിനറ്റിൻ്റെ അടിയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കിച്ചണിലെ അടിപൊളി ലുക്കാണ്. പിന്നെ കുക്ക് ചെയ്യുമ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ വെട്ടം മാത്രം മതി. ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈലാണ് ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ 3 ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് കിച്ചൻ്റെ ഇവിടെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പുതുതായി വീടെടുക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കാണണേ. കിച്ചൻ്റെ കോർണറിലായിട്ടാണ് ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നത്. ചിമ്മിണി യൂസ് ചെയ്യുന്നത് ഓപ്പൺ കിച്ചണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്മെൽ ആൻഡ് സ്മോക്ക് കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. ഇതാണ് സിങ്ക് ഏരിയ. ക്ലീൻലിനെസ് ഓപ്പൺ കിച്ചണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറേജ് എല്ലാം നീറ്റ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആയതിനാൽ ക്ലട്ടർ അവോയ്ഡ് ചെയ്യണം. ആവശ്യത്തിനുള്ള കിച്ചൺ ക്യാബിനറ്റും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്രോയറാണ്. തവി സ്പൂണൊക്കെ നമുക്കിതിൽ വെക്കാം. പ്ലേറ്റ്സൊക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് പിസ്ത ഗ്രീൻ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചണാണ്. ഒരു സ്ഥലവും വേസ്റ്റ് ആവാതെ എല്ലാ കിച്ചണിലും സ്റ്റോറേജ് യൂണിറ്റ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മിക്സി വെക്കുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ടൈലാണ് ഒട്ടിച്ചേക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടും സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും പാത്രങ്ങളൊക്കെ വെക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെയാണ് വിറകടുപ്പ് കൊടുത്തിരിക്കുന്നത്. അടുപ്പിന് ചുറ്റും വൈറ്റിൽ യെല്ലോ ഡിസൈനുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ചിമ്മിണിക്കധികം പൊക്കം കൊടുത്തിട്ടില്ല. ഇവിടെ ചെറിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ക്രോക്കറി യൂണിറ്റായിട്ട് പൊടികളൊക്കെ എളുപ്പത്തിലെടുക്കേണ്ട സൗകര്യത്തിൽ ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. ഇതിനൊരു സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് അടുക്കളയിലും കൊടുത്തിരിക്കുന്ന വാൾട്ടയിലൊക്കെ സെയിം കളറിൽ വരുന്നതാണ്. ഇനി ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ചെറിയൊരു വർക്ക് ഏരിയയാണ്. അതൊരു നീളത്തിലാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. വർക്ക് ഏരിയ ഗ്രില്ലിട്ടിരിക്കുകയാണ്. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനും എക്സ്ട്രാ ഒരു ഗ്യാസ് സ്റ്റവും ഉണ്ട്. ഇവിടെ സിങ്ക് വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കൗണ്ടർ ടോപ്പും ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ടൈലാണ്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്.
വർക്കേറിയൻ്റെ അപ്പുറത്തായിട്ട് ഷീറ്റ് ഇട്ടിട്ട് തുണി ആറിയിടാനുള്ള സൗകര്യമുണ്ട്. വർക്കേറിയയിൽ തന്നെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വർക്കേറിയയുടെ പുറത്തായിട്ട് ഒരു ഡൈനിങ് ഏരിയ പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ടേബിൾ വെച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിന് ഒരു ടേബിളും ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ടൂർ. നിങ്ങൾക്കിഷ്ടമായോ? ഞങ്ങളുടെ വീട് മുഴുവനായും പണിതു തന്നത് വാസ്തുഗൃഹ ബിൽഡേഴ്സാണ്. വാസ്തുഗൃഹയുടെ കോൺട്രാക്ടർ പ്രദീപ് ശങ്കറാണ് ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തന്നത്. സാധാരണക്കാരുടെ സ്വപ്നത്തിനനുസരിച്ച് നല്ല ലക്ഷ്വറി ലുക്കിലുള്ള വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇവർ പണിതു തരും. ഒരു വീടിൻ്റെ കുറ്റിയടി മുതൽ പണിതീർത്ത് താക്കോൽ കൈമാറുന്നത് വരെയുള്ള എല്ലാ വർക്കും വാസ്തുഗൃഹ ബിൽഡേഴ്സ് ചെയ്തു തരുന്നതായിരിക്കും. എക്സാക്റ്റ് ലൊക്കേഷൻ ഇരിട്ടിയിലാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും വീഡിയോസുമായി ഞാൻ വരാം. ഓക്കെ, ബൈ.